ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും അജീസ് ലൈഫ് ജേണൽ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടുനോക്കുക. അൽഹംദുലില്ലാ, മോൻക്ക് ഇന്നേക്ക് 11 വയസ്സായി. അപ്പം വലിയ രീതിയിലുള്ള ആഘോഷങ്ങളൊന്നുമില്ല, എങ്കിലും ചെറിയൊരു രീതിയിൽ കേക്കൊക്കെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പം കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ലുലുവിൽ പോകുന്നതാണ്. ഇതിപ്പം അവൻ്റെ ഫ്രണ്ട്സിനും ടീച്ചേഴ്സിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് സ്വീറ്റ്സ് നോക്കുന്നതാണ്. റഫലോ കേക്ക് ഉണ്ടാക്കാമെന്നാണ് ഫസ്റ്റ് വിചാരിച്ചിരുന്നത്. അതുകൊണ്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഉണ്ടാക്കിയത് ഈ ഒരു കേക്കല്ല. ഞാൻ അവൻ്റെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയത് ബ്ലൂബെറി കേക്കായിരുന്നു. അപ്പം ഈ ബർത്ത്ഡേക്കും അത് തന്നെ മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ ആ ഒരു കേക്കാണ് ഉണ്ടാക്കിയത്. ഇതിപ്പം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെ നോക്കുമ്പോൾ പിന്നെ അവൻ പറഞ്ഞു വേറൊന്നും വേണ്ട, അങ്ങനത്തെ സംഭവങ്ങളൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്നും വാങ്ങിച്ചിട്ടില്ല. ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിക്കാനുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ഡ്രസ്സിൻ്റെ സെക്ഷനിലോട്ടാണ് പോയത്. രണ്ടുപേരുടെ ബർത്ത്ഡേക്കും അങ്ങനെ വലിയ ആഘോഷമൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. മക്കളുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട്, അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു കേക്ക് കട്ട് ചെയ്യും, പിന്നെ പുതിയ ഡ്രസ്സ് എടുത്ത് കൊടുക്കുക, എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങി കൊടുക്കുക, ഇത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഒരുപാട് അങ്ങനെ ആഘോഷിക്കാറൊന്നുമില്ല. ഇതിപ്പം മോനിക്ക് സർപ്രൈസായിട്ട് വാങ്ങിക്കൊടുക്കുന്ന ഗിഫ്റ്റാണ്. അതായത് ഈ ഷോപ്പിൽ വന്നിട്ട് ഈ ഒരു സെക്ഷനിലോട്ട് വരുന്നവരെയൊക്കെ അവന് അറിയുന്നുണ്ടായിരുന്നില്ല. ഇവിടെ വന്നപ്പോഴാണ് അവന് മനസ്സിലായത്. ഇതിപ്പം ബർത്ത്ഡേയുടെ അന്ന് കേക്ക് ഉണ്ടാക്കുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, ബ്ലൂബെറി കേക്കാണ് ഉണ്ടാക്കുന്നത്. കേക്ക് ബേസായിട്ട് 1 kg വരുന്ന വാനില സ്പഞ്ച് കേക്കാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ആദ്യം തന്നെ റൂം ടെമ്പറേച്ചറിലുള്ള 4 എഗ്ഗ് എടുത്തിട്ട് അതിൻ്റെ വൈറ്റ് മാത്രം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ശേഷം എഗ്ഗ് യോക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും പൊടിച്ച 1 കപ്പ് പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. മാക്സിമം ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ചേർക്കുന്നുണ്ട്. അതേ അളവിൽ തന്നെ 4 ടേബിൾ സ്പൂണോളം പാലും കൂടി ചേർക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. നന്നായി പറയുമ്പം ഒരു തവണ ഒന്ന് അരിച്ചെടുക്കും, പിന്നീട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച മിക്സിലോട്ട് ഒന്നുകൂടി അരിച്ചിട്ടൊന്ന് ഇടും. അത്രേ ഞാൻ അരിച്ച് ചേർക്കാറുള്ളൂ കേട്ടോ. മിക്സ് ചെയ്ത് വെച്ച മൈദയുടെ പകുതി എടുത്തിട്ട് ജസ്റ്റ് ഫസ്റ്റ് സ്പീഡിലിട്ടിട്ട് ഒരു ഭാഗത്തേക്ക് മാത്രമായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ബാക്കി കൂടി ഇട്ടിട്ട് പതുക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഒക്കെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കിട്ടിയാൽ മതിയാവും. അത് സ്പാച്ചുല വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. പക്ഷേ ഞാനിങ്ങനെ ഫസ്റ്റ് സ്പീഡിലിട്ടിട്ട് പതുക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാറാണ്. അപ്പോൾ നമുക്ക് ശരിക്കും ഇതൊന്ന് മിക്സായിട്ട് കിട്ടും. അപ്പോൾ അത് കേക്കിൻ്റെ ബേസിന് വേണ്ടിയിട്ടുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്.
ഞാനീ ഒരു പാത്രത്തിൻ്റെ പകുതിയോളം കേക്ക് മിക്സ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതുപോലെ 2 പാത്രത്തിലാണ് കേക്ക് ഉണ്ടാക്കുന്നത്. ഇനി 20 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച ഓവനിൽ ഇതൊന്ന് ബേക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇനിയിപ്പം ബ്ലൂബെറി ഗനാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇതിപ്പം അടിച്ചെടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ നമുക്ക് നല്ല സ്മൂത്തായിട്ടുള്ളൊരു ടെക്സ്ചർ കിട്ടണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് അടിച്ചിട്ട് അരിച്ചും കൂടി എടുക്കണം. ഒരു 25 മിനിറ്റ്സ് ആയപ്പോഴേക്കും കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള ക്രീമും കൂടി റെഡിയാക്കി എടുക്കണം. ഈ പറഞ്ഞ രീതിയിലൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് വരും. ഇനിയിപ്പോൾ അത് കേക്കൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം. വളരെ സിമ്പിളായിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ലാസ്റ്റിൽ ഇതാ കേക്കിൻ്റെ ടോപ്പിൽ ബ്ലൂബെറി ഗനാഷും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, കേക്ക് നല്ല അടിപൊളിയായിരുന്നു. അപ്പം ബ്ലൂബെറി വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടാ. ഈ ഒരു കേക്ക് തന്നെയായിരുന്നു ഞാൻ കഴിഞ്ഞ ബർത്ത്ഡേക്കും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അത് പിന്നെ 2 ടയർ കേക്കായിരുന്നു. ഇതാണ് കഴിഞ്ഞ ബർത്ത്ഡേയുടെ കേക്ക് കിട്ടുക. ഇപ്രാവശ്യം കേക്കിൻ്റെ മേലെ ഒരു തരത്തിലുള്ള ഡെക്കറേഷനും വേണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാനൊന്നും ചെയ്യാതിരുന്നത്. അപ്പം കേക്ക് കട്ട് ചെയ്യുമ്പോഴേക്കും അന്നത്തെ ദിവസം രാത്രി ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ചെറിയ ആൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് അവനെ ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ചതിൻ്റെ വാശിയാണ് ഈ കാണിക്കുന്നത്. മക്കൾക്ക് എന്താ കഴിക്കാൻ വേണ്ടിയെന്ന് ചോദിച്ചപ്പോൾ പിസ്സ മതി എന്ന് പറഞ്ഞപ്പം പിന്നെ അത് ഓർഡർ ചെയ്ത് പിന്നെ അങ്ങനെ കഴിച്ചു. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.